ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടിയതുകൊണ്ട് മറ്റ് ബന്ധങ്ങൾ വർക്ക് ചെയ്യില്ല. ഈ നേരിയ ഭൂരിപക്ഷം ഉള്ളപ്പോഴാണ് ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നത്. മൃഗീയ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ മാനിപ്പുലേറ്റീവ് ഫോഴ്സസിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. മുസ്ലിം ലീഗ് ഒരു ലെജിറ്റിമേറ്റ് ഫോഴ്സാണ്. അവർ UDFൻ്റെ ഭാഗമാണ്. അവർക്ക് സ്വാധീനം പാടില്ല എന്ന് പറയുന്നതിന് അവർക്ക് സ്വാധീനം ഉണ്ടാകും തീർച്ചയായിട്ടും. ബട്ട് ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ SDP, പോപ്പുലർ ഫ്രണ്ട്, ഇവരെന്നൊക്കെ പറയുന്നവർക്കൊന്നും പറയണമാതിരി വലിയ സ്വാധീനമൊന്നും ഉണ്ടാവില്ല. പിന്നെ അവരുടെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരുത്തിനെ വെടിയിച്ചെടുക്കുക, അങ്ങനെ ഏതെങ്കിലും കേസ് പിൻവലിക്കുക, വല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമായിരിക്കും. അതിലപ്പുറം ഒന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് കൂടുതൽ സ്വാധീനം വരുന്നത് VD സതീശൻ മുഖ്യമന്ത്രി ആയാലാണ്. രമേശ് ചെന്നിത്തല ആയാൽ കുറച്ചൊന്ന് കുറഞ്ഞിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ ആരെയും അടുപ്പിക്കുന്ന സ്വഭാവമില്ല രമേശിന്. അതുകൊണ്ടാണ്. അല്ലാതെ തരക്കേടില്ലാത്ത ഹിന്ദു വിരുദ്ധനാണ് രമേശ് ചെന്നിത്തല. തരക്കേടില്ലാത്ത ഹിന്ദു വിരുദ്ധനാണ്. പക്ഷേ മറ്റവരെയും അങ്ങനെ അങ്ങ് ഫേവർ ചെയ്താൽ തൻ്റെ ഇമേജിന് കുഴപ്പം പറ്റും എന്നൊക്കെയുള്ള അത് വെച്ചിട്ട് ചെയ്യുന്നു.